നിങ്ങളൊരു മാസം 1,00,000 രൂപയെങ്കിലും ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായി തീർന്നിരിക്കും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പുവരാം. നിങ്ങൾക്കുള്ളൊരു എക്സ്പെർട്ടൈസ് കോഴ്സ് ആയിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് വിൽക്കുക അല്ലെങ്കിൽ കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാം. ഫോക്സ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോന്റെ തംബ്നെയിൽ കണ്ട് എന്തെങ്കിലും ജോലി ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും സമ്പാദിക്കണം, വീട്ടിൽ എന്തെങ്കിലും ഏർണിങ്സ് ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് വന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ വീഡിയോ കൊണ്ടൊന്നും നിങ്ങൾക്ക് ഏർണിങ്സ് ഉണ്ടാക്കാനൊന്നും സാധിക്കില്ല. ഞാൻ ആദ്യമേ പറയാം, അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ ഫേക്ക് വീഡിയോസ് ആയിരിക്കും. അതിൽ നിങ്ങൾ പലതും ട്രൈ ചെയ്തിട്ട് വർക്കൗട്ട് ആവാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇവിടെ വന്നത്. കുറച്ചൊരു ശ്രമം വേണം. ഞാനൊരു കരിയർ ആണ് പറയുന്നത്, ഒരു ജോലിയാണ് പറയുന്നത്, ഒരു ബിസിനസ് ആണ് പറയുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഒരു ഫ്രീലാൻസ് ജോബാണ് എന്നൊക്കെ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം. പക്ഷേ ഇതൊരു സീരീസ് ആണ്. 1, 2, 3ാമത്തെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത 2 വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസ് പോയി കണ്ടിട്ട് നിങ്ങൾക്ക് ഓരോന്ന് മനസ്സിലായി ഇതും കൂടെ കണ്ടിട്ടേ കാര്യമുള്ളൂ. ഈ സീരീസ് കംപ്ലീറ്റ് നിങ്ങൾ കണ്ടു കഴിയുമ്പോഴേക്ക് നിങ്ങളൊരു മാസം 1,00,000 രൂപയെങ്കിലും ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായി തീർന്നിരിക്കും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പുവരാം. വീഡിയോസ് മൊത്തം കണ്ടു കഴിഞ്ഞിട്ട് അതുപോലെ ചെയ്യുമ്പോഴാണ് കേട്ടോ ആ ഒരു കാര്യം ഞാൻ ഉറപ്പുവരാം. 1,00,000 രൂപയെങ്കിലും കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ കോഴ്സ് ലോഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് ഒരു കോഴ്സ് ക്രിയേറ്റർ ആവാം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. കോഴ്സ് ക്രിയേഷൻ എന്ന് പറയുന്ന സമയത്ത് ആൾക്കാർ ആലോചിക്കുക, ഞാനൊരു കോഴ്സ് ഉണ്ടാക്കുന്നു, അതായത് എനിക്ക് അറിയാവുന്ന ഒരു കാര്യം ഞാൻ കോഴ്സായിട്ട് ഉണ്ടാക്കുന്നത് പഠിപ്പിച്ചു കൊടുക്കുന്നു. ലൈക്ക് ഐ ടോട്ട് ഹിപ്നോട്ടിസം ആൻഡ് മെന്റലിസം. ഞാൻ ഹിപ്നോട്ടിസവും മെന്റലിസവും എനിക്ക് അറിയാവുന്നത് പഠിപ്പിച്ചു കൊടുത്ത് ഞാൻ എന്താ പറയുക, ഒരു അക്കാദമിയും കാര്യങ്ങളും റവന്യൂ ഒക്കെ ഉണ്ടാക്കിയതുപോലെ നിങ്ങൾ ഒരു കാര്യം അറിയാവുന്നത് പഠിപ്പിച്ചു കൊടുത്ത് പൈസ ഉണ്ടാക്കുന്നത് മാത്രമാണ് നിങ്ങൾക്ക് ആകെ അറിയാവുന്ന ഇതിന്റെ ഒരു ബിസിനസിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല ഇത്. 3 രീതികളിൽ നിങ്ങൾക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ആ 3 രീതികളാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒന്ന്, സെൽ യുവർ എക്സ്പെർട്ടൈസ്. ഫസ്റ്റ് പോയിന്റ് അതാണ്, നിങ്ങളുടെ സ്കില്ലിനെ വിൽക്കുക എന്നുള്ളത്. ഉദാഹരണത്തിന് BCom, BTech, MTech, MBBS എന്തോ ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു പ്രൊഫഷണൽ കോഴ്സാണ്, അക്കാദമിക്കൽ കോഴ്സാണ്. പക്ഷെ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമുക്കിന്ന് അക്കാദമിക്കൽ കോഴ്സായിട്ടൊന്നും കിട്ടുന്നില്ല. കാരണം എന്താണ്? ഇത് എക്സ്പെർട്ടൈസുള്ള ആൾക്കാർ അത് പഠിപ്പിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് സെയിൽസിന്റെ നല്ല സ്കില്ലുള്ള ഒരു ട്രെയിനർ ചിലപ്പോൾ അതിന്റെ ഒരു കോഴ്സ്, ഓൺലൈൻ കോഴ്സ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ലായിരിക്കാം. നിങ്ങൾക്ക് എവിടെയാണ് സെയിൽസിന്റെ കോഴ്സ് കിട്ടുന്നത്? ഏത് അക്കാദമിയിലാണ് കിട്ടുന്നത്? അങ്ങനെ സെയിൽസിന്റെ കോഴ്സ് ഒന്നും അക്കാദമിക്കലായിട്ട് കൊടുക്കുന്നില്ല. ഇന്ന് പല വ്യക്തികളും ചെറുതായിട്ട് തുടങ്ങുന്നുണ്ടെന്നേ ഉള്ളൂ. അതവിടെ കേട്ടെ. ഒരു ആശാരി, ഒരു കാർപ്പൻറ്റർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് എന്ത് ചെയ്യണം? ഒരു ആശാരിയുടെ കൂടെ പോയി അവർ ചെയ്യുന്നത് കണ്ട് പണി പഠിച്ച് ചെയ്യണം അല്ലേ? നേരെ മറിച്ച് നമുക്ക് ഒരു ആശാരി ഉണ്ടാക്കിയ ഒരു ഓൺലൈൻ കോഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കണ്ട് പഠിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ കരിയറിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഈ കാർപ്പൻറ്റർ എന്നുള്ള കരിയറിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം എളുപ്പമായിരിക്കും. ആശാരി പറയാണ്, ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ ഞാൻ ഇങ്ങനെ തരണം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലൊരു അക്കൗണ്ടിങ്ങിന്റെ കോഴ്സ് നമ്മളുടെ അടുത്തുണ്ട്. അക്കൗണ്ടിങ് എങ്ങനെയാണെന്ന് പ്രാക്ടിക്കലിയും തിയറിയൊക്കെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഒരു അക്കൗണ്ടന്റ് അവരുടെ എക്സ്പെർട്ടൈസ് വെച്ചിട്ട് ഇത്രയും കാലത്തിനിടയ്ക്ക് അവർക്ക് എന്തൊക്കെ ഫീൽ ചെയ്തു, എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായി, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കോഴ്സ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് എത്രത്തോളം ഹെൽപ്പ് ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്കുള്ള സ്കില്ലോ എക്സ്പെർട്ടൈസോ എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. അതില്ലാത്തവരവിടെ നിൽക്കട്ടെ. അത് ഉള്ളവർക്ക് ആദ്യത്തെ ഓപ്ഷനാണെന്ന് പറയുന്നത്. അത് ഉള്ളവർ അത് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ അത് ചെയ്യുക. അത് ചെയ്തിട്ട് അതിന്റെ കോഴ്സ് ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ നല്ലൊരു സ്ഥാനം ഉണ്ടാക്കാൻ സാധിക്കും. കുറെ കോഴ്സുകളുടെ എക്സാമ്പിൾ ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ പെയിന്റിങ്ങിനൊരു ഓൺലൈൻ കോഴ്സ് ഉണ്ടോ? യഥാർത്ഥത്തിൽ ഇല്ല, എൻ്റെ അറിവിലില്ല. പെയിന്റിങ്ങിലൊരു ഒരുപാട് വർഷം ഈ ചിത്രം വരേണ്ട പെയിന്റിംഗ് അല്ല, ഈ റൂം പെയിന്റിംഗ് ആണെന്ന് വെക്കുക. ഇതിനൊരു ഓൺലൈൻ കോഴ്സ് യഥാർത്ഥത്തിലില്ല. ഞാനിപ്പോൾ പെയിന്റ് അടിക്കണം, എൻ്റെ വീട് പെയിന്റ് അടിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഒരു പണിക്കാരനെ വിളിച്ചിട്ട് പെയിന്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 10,000 ലക്ഷക്കണക്കിന് രൂപ കൊടുക്കേണ്ടി വരും. പക്ഷേ എനിക്ക് സമയമുണ്ട്, ഇഷ്ടം പോലെ എനർജി ഉണ്ട്. അങ്ങനെ ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ഡൗട്ട് വരില്ലേ? ഇതിൽ എത്ര വെള്ളം ചേർക്കണം, ഇതിൽ വെള്ളം ചേർക്കാവോ, ടർപ്പൻറ്റൈൻ ചേർക്കണ്ടേ, ടർപ്പൻറ്റൈൻ ചേർക്കണ്ടേ എന്നൊക്കെയുള്ള ഡൗട്ടുകൾ. അപ്പോൾ ഈ ഡൗട്ടുകൾ മൊത്തം ഒരു പെയിന്റർ കുത്തിയിരുന്ന് പഠിച്ച് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ കോഴ്സ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാൻ ആൾക്കാരുണ്ടാവില്ലേ? ആ ഒരു പ്ലേസ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തെങ്കിൽ. അതുപോലെ ഞാൻ ഇന്ന് ചെയ്യുന്ന എന്താണ്? ഓൺലൈൻ വഴി കോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇത് പഠിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ? പക്ഷെ ഇതിന്റെ ഒന്നും ഒരു അക്കാദമിക്കൽ കോഴ്സ് ഒന്നും ഒരു യൂണിവേഴ്സിറ്റിയും കൊടുക്കുന്നില്ല. അത് ഒരു പേഴ്സൺ, എക്സ്പെർട്ടൈസ് ഉള്ള പേഴ്സൺ. ഞാൻ 4 വർഷമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൽ 20 വർഷത്തോളമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ വരെ 4 വർഷത്തിനിടയിൽ ഞാൻ ബീറ്റ് ചെയ്ത് ഏറ്റവും മുകളിലെത്തിയിട്ടുണ്ട്. സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാർക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞ് പലരും തള്ളിക്കളഞ്ഞ വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് ഹിപ്നോട്ടിസം പഠിപ്പിച്ചു കൊടുക്കാൻ പോയ പലരും ഹിപ്നോട്ടിസം പഠിപ്പിക്കുന്നത് നിർത്തി. കാരണം മാർക്കറ്റ് ഇല്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അതിന്റെ എക്സ്പെർട്ടായി മാറി ഞാൻ. അതിലെനിക്ക് എക്സ്പെർട്ടൈസ് ഉള്ളതുകൊണ്ടാണ്. അതുപോലെ റിസർച്ച് ചെയ്യുക, ദെൻ ക്രിയേറ്റ് എ കോഴ്സ് ദാറ്റ് ഹാവ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ. നിങ്ങൾ മാർക്കറ്റിൽ ആവശ്യമുണ്ട് എന്ന് കരുതുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ ട്രേഡിങ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ അതിന്റെ കോഴ്സുകൾ കുറവാണ്. അതുപോലെ എൻ്റെ അനിയൻ ഇന്നലെ പറയുന്നുണ്ട്, അവൻ ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന കോഴ്സ്, കോഡിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതോ ലാംഗ്വേജിനെ കുറിച്ച്
പഠിക്കണം, പക്ഷെ അതിന്റെ കോഴ്സ് ഒന്നും തപ്പിയിട്ട് കിട്ടുന്നില്ല എന്ന് അവൻ പറഞ്ഞു. അവനിപ്പോ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് അവൻ മനസ്സിലാക്കി അവൻ അതിന്റെ ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഈ ലാംഗ്വേജ് പഠിക്കാൻ പോകുന്ന ആൾക്കാർക്ക് യൂട്യൂബിൽ അവൈലബിൾ അല്ലാത്തൊരു കോഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഉപക്രം പോലുള്ള ആപ്പുകളിൽ അവൈലബിൾ അല്ലാത്ത ഒരു കോഴ്സ് അവൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതുപോലെയാണ് രണ്ടാമത്തെ സാധനം. നമുക്ക് എക്സ്പെർട്ടൈസ് ഇല്ല, പക്ഷെ നമ്മൾ എക്സ്പെർട്ടൈസ് ഉണ്ടാക്കുന്നു. മാർക്കറ്റിന്റെ നീഡ് മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ എക്സ്പെർട്ടൈസ് ഉണ്ടാക്കുന്നു. ഞാൻ ഇപ്പോ എക്സ്പെർട്ടൈസ് ഉള്ള സാധനമാണ് ഇപ്പോൾ ഓൺലൈൻ കോഴ്സ് ക്രിയേഷൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പൊ എനിക്ക് അറിയില്ലെന്ന് വിചാരിക്കാം, ഞാൻ എന്ത് ചെയ്യും, ഈ കോഴ്സ് കൊടുക്കുന്നവരുടെ പോഡ്കാസ്റ്റുകൾ കാണും, ഇന്റർവ്യൂസ് കാണും, ChatGPT റിസർച്ച് ചെയ്യും, ഗൂഗിളിൽ നോക്കും, അവരുടെ ഡാറ്റ മൊത്തം എടുത്ത് പരിശോധിച്ച് ഒരു കോഴ്സായിട്ട് മാക്സിമം പഠിച്ചു കഴിഞ്ഞിട്ട് അത് പഠിപ്പിക്കുകയാണ് എങ്ങനെ ഒരു ഓൺലൈൻ കോഴ്സ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത്. മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങളിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ ക്ലിക്ക് ആയ ചില കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് നമ്മൾ പഠിക്കുന്നു, ഒരു 1-2 മാസം സ്പെൻഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് പഠിക്കുന്നു, അതിന്റെ മാക്സിമം ഡാറ്റ നമ്മൾ എടുക്കുന്നു. പഠിച്ചതിന് ശേഷം നമ്മളത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഒരു കോഴ്സായിട്ട് ലോഞ്ച് ചെയ്യുന്നു. ആ സമയത്തും അത് വാങ്ങാൻ ആൾക്കാരുണ്ട് എന്ന് നമ്മൾ ഉറപ്പിച്ചതിന് ശേഷം, അതിന് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ മാർക്കറ്റ് ഉണ്ട് എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ അത് ലോഞ്ച് ചെയ്യുന്നത്. ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് കോഴ്സ് ക്രിയേഷൻ. ഞാനിപ്പോൾ മെന്റലിസത്തിന്റെ കോഴ്സ് കൊടുക്കുകയാണ്. ആ മെന്റലിസത്തിന്റെ കോഴ്സിൽ ഫസ്റ്റ് ലെവലിൽ 31 ക്ലാസ്സുകളുണ്ട്, 31 എഫക്റ്റുകളാണുള്ളത്. നിങ്ങൾ ആ കോഴ്സ് വാങ്ങുന്നു, ഒരു 2000 രൂപയുടെ 3000 രൂപയുടെ കോഴ്സാണ്, നിങ്ങളത് വാങ്ങുന്നു, നിങ്ങൾ അതേപോലെ പഠിക്കുന്നു, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ശൈലി ഇത് പഠിപ്പിക്കുന്നു. ഒരു 5-10 എഫക്റ്റുകൾ കൂട്ടിച്ചേർത്ത് 1-2 കോഴ്സുകളായിരിക്കും നിങ്ങൾ കണ്ടത്, എന്റേതും വേറെ കോഴ്സും അടക്കം. ആ കോഴ്സുകൾ അടക്കം നിങ്ങൾ കണ്ടിട്ട് നിങ്ങളൊരു കോഴ്സായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് കാണുമ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും ഞങ്ങൾക്ക് മെന്റലിസം ഒന്നും പഠിക്കാനും ചെയ്യാനൊന്നും പറ്റില്ല, പഠിപ്പിക്കാനൊന്നും പറ്റില്ല എന്നുള്ളത്. നിങ്ങൾ മെന്റലിസം പഠിപ്പിക്കണ്ട, നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ അനുഭവിക്കുന്ന ഒരു പെയിൻ നിങ്ങൾ കണ്ടുപിടിക്കുക. ഇവർക്ക് ഈ വിഷയം വേണം എന്നുള്ളത് വളരെ വലിയൊരു പെയിൻ. ഞാൻ പറയാം, ഇന്ന് ഏറ്റവും കോഴ്സുകൾ കുറവ് അവൈലബിൾ ആയിരിക്കുന്ന ഒരു സാധനം സെക്സ് എഡ്യൂക്കേഷൻ. കല്യാണം കഴിഞ്ഞ ഉടനെയുള്ള ദമ്പതികൾക്ക് ഒരുപാട് ഡൗട്ടുകൾ സെക്സിൽ ഉണ്ടാവും. ഈ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു കോഴ്സ് ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആണോ? അല്ല. നിങ്ങൾ ഈ സാധനം പഠിച്ച് മാക്സിമം ഡാറ്റാസ് ഉണ്ടാക്കി ഒരു ഡോക്ടറോടൊക്കെ ചോദിച്ച് അതിൻ്റെ ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ലോഞ്ച് ചെയ്യാൻ പറ്റും. മാർക്കറ്റിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വാങ്ങാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പോട്ടെ, ഞാനൊരു ഫണ്ണിയസ്റ്റ് ആയിട്ടുള്ള കാര്യം പറയാം, പക്ഷെ നിങ്ങൾക്ക് ഫണ്ണി അല്ലാതെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഓൺലൈൻ വഴി നിങ്ങൾക്ക് നീന്തൽ പഠിപ്പിക്കാൻ പറ്റും, ഓൺലൈൻ വഴി ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പറ്റും. എൻ്റെ അടുത്ത കോഴ്സ് അതാണ്, ഓൺലൈൻ വഴി ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണുള്ളത്. എങ്ങനെ ചിരി വരില്ല കേൾക്കുന്ന സമയത്ത് തന്നെ ഓൺലൈൻ വഴി എങ്ങനെ ഡ്രൈവിംഗ് പഠിപ്പിക്കുക എന്നുള്ളത്. നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നതിന് മുമ്പ് നമ്മളോട് ഇൻസ്ട്രക്ടർ ചില കാര്യങ്ങൾ പറയാറുണ്ടോ? ഇത് ക്ലച്ചാണ്, ഇത് ബ്രേക്കാണ്, ഇത് ചവിട്ടുമ്പോൾ അവിടെ ഇങ്ങനെ പോണേ എന്നൊക്കെ പറയാറുണ്ടോ? ഇത് തന്നെയാണ് നമ്മൾ ഓൺലൈനിലൂടെ പഠിക്കേണ്ടത്. പ്രാക്ടിക്കലായിട്ടൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ തിയറി നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ ചെയ്യുമ്പോഴുള്ള കൺഫ്യൂഷൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ക്ലച്ചാണിത്, ഇത് എന്തിനാണ് പിടിക്കേണ്ടത്, എത്രത്തോളം വിടണം, അതുപോലെ ആക്സിലേറ്റർ വിടുമ്പോൾ ക്ലച്ച് പിടിക്കുന്ന എക്സസൈസ് ഉണ്ടല്ലോ, ഈ എക്സസൈസ് ബൈക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ എക്സസൈസ്, ഇതൊക്കെ ഒരു കോഴ്സായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കോഴ്സ് കണ്ട ഒരാൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ അയാൾക്ക് ഒരു മാസം കൊണ്ട് പഠിക്കുന്ന ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് പഠിക്കാൻ സാധിക്കും. ഓൺലൈൻ വഴി പഠിക്കാൻ പറ്റൂല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അപ്പോൾ ഫ്യൂച്ചർ മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം പ്രസന്റ് ചെയ്ത് കൺവിൻസ് ചെയ്ത് വിൽക്കാൻ പറ്റുന്നുണ്ടോ, ആ സാധനം കണ്ടുപിടിച്ച് അതിനെക്കുറിച്ച് പഠിക്കുക. 1-2 മാസം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അതൊരു കോഴ്സായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി മൂന്നാമത്തതാണ് കുറച്ചുകൂടെ വളർച്ചാ സാധ്യതയുള്ള ബിസിനസ്. മൂന്നാമത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനാണ് കോഴ്സ് ക്രിയേഷനിൽ കോടികൾ വരെ മാസത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്യൂച്ചർ ഉള്ള ഒരു സാധനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇതിൽ നമ്മൾ പഠിക്കേണ്ട, നമ്മൾ പഠിപ്പിക്കേണ്ട, ഇതിൽ നമ്മൾ ചെയ്യുന്നത് ബിസിനസ് ആണ്, പ്യുവർ ബിസിനസ്. ഈ ഒരു ചായക്കട അല്ലെങ്കിൽ ജ്യൂസ് കട നടത്തുന്നതാണ്. ഞാൻ പിന്നെ ജ്യൂസ് കടയിലേക്ക് വന്നത് എനിക്ക് അതിൽ കുറെ പരിചയമുള്ളതുകൊണ്ടാണ്. പെയിന്റിങ്ങിലെ എക്സാമ്പിളിലേക്ക് വന്നത് ഞാൻ പെയിന്റിങ്ങിന് പഠിക്കും പോയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ കണ്ട് അങ്ങനത്തെ സാധനങ്ങളാണ് വരിക. സിഗ്നിഫിക്കന്റ് ഒബ്സർവേഷൻ, നമ്മൾ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, എന്താണ് നമുക്ക് കൂടുതൽ അറിയുന്നത്, അത് നമ്മൾ കാണും എന്നുള്ളതാണ്. അതായത് നമ്മളൊരു കാർ, ഒരു സ്വിഫ്റ്റ് കാർ വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ കാണുന്നത് മൊത്തം സ്വിഫ്റ്റ് ആയിരിക്കും അല്ലേ. ഒരു ബലേനോ വാങ്ങുന്നുണ്ടെങ്കിൽ അതായിരിക്കും. ഒരു BMW വാങ്ങുന്നത് റോഡിൽ ഇറങ്ങി കാണുന്നത് മൊത്തം BMW ആയിരിക്കും. നമ്മുടെ ബ്രെയിൻ അത് അട്രാക്ട് ചെയ്യാണ്. അതുപോലെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്കറിയാവുന്ന കാര്യങ്ങളായിട്ട് കണക്ട് ആയിട്ടായിരിക്കും. സെക്സ് എഡ്യൂക്കേഷൻ പറഞ്ഞതും എൻ്റെ ലൈഫായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഞാൻ ന്യൂലി മാരീഡ് ആണ്, എനിക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. ഇത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു കോഴ്സ് എനിക്ക് കിട്ടിയിരുന്നില്ല. ഇതുപോലെ നീഡായിട്ടുള്ള ഒരുപാട് ആൾക്കാരാണ്. ഞാനിവിടെ പച്ചക്ക് പറഞ്ഞു, പച്ചക്ക് പലരും പറയുന്നില്ല എന്നതുകൊണ്ടാണ്. അതുപോലെ നമ്മൾ മാർക്കറ്റിൽ നീഡി ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുകയാണ്. ഒരു 10 കോഴ്സ് നമ്മൾ ലിസ്റ്റ് ചെയ്യാണ്. ഈ കോഴ്സുകൾ മാർക്കറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലിക്ക് ആവാൻ പറ്റും. ഒറ്റ എക്സാമ്പിൾ ഞാൻ പറയാം, ഒറ്റ എക്സാമ്പിൾ. നിങ്ങൾക്ക് ക്ലിക്ക് ആവാൻ പറ്റുന്ന ഈ കോഴ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസം മിനിമം 1 ലക്ഷം രൂപ ഉണ്ടാക്കുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. സ്കൂൾ സിലബസ് ഉണ്ടല്ലോ, സ്കൂൾ സിലബസ് എടുക്കുക. സ്കൂൾ സിലബസിൽ 10ാം ക്ലാസ്സിലെ കുട്ടികളോ അല്ലെങ്കിൽ 9-ലോ 8-ലോ 7-ലോ ഒരു 7ന്റെ മുകളിലോട്ട് മതി. അതുവരെ നമ്മൾ ഒരു നോർമൽ എഡ്യൂക്കേഷൻ ആണ്. 7ന്റെ മുകളിലോട്ടാണ് സീരിയസ് ആയിട്ട് വരുന്നത്, 10 +2 ഡിഗ്രി എന്നൊക്കെ പറയുന്നത്. ഇതുപോലെ ഏതെങ്കിലും ഒരു അക്കാദമിക്കൽ ആയിട്ടുള്ള കാര്യം എടുത്തിട്ട് അതിൽ കുട്ടികൾക്ക് പഠിക്കാൻ പ്രയാസമുള്ളൊരു ഭാഗം, പഠിക്കാൻ പ്രയാസമുള്ളൊരു പാഠം അതെടുത്തിട്ട് അത് മാത്രം നിങ്ങൾക്ക് ഒരു കോഴ്സായിട്ട് കൊടുക്കാം. ഇത് എല്ലാ വർഷവും തുടർച്ചയായിട്ട് കുട്ടികൾക്ക് പഠിക്കാൻ പ്രയാസമുള്ള ഒരു പാഠമാണ്. X+, X- അങ്ങനത്തെ സാധനമൊക്കെ വരുമല്ലോ. അങ്ങനെയുള്ള ഒരു സാധനം മാത്രം ക്രിയേറ്റ് ചെയ്തിട്ട്
ഇത് പഠിപ്പിക്കാൻ കഴിവുള്ള നല്ല ടീച്ചേഴ്സിനെ ഫൈൻഡ് ചെയ്തിട്ട് ഇത് മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കോഴ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇത് റീൽസ് രൂപേണയോ ഷോർട്ട് ഫിലിം രൂപേണയോ ആനിമേഷൻ രൂപേണയോ എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. നല്ലൊരു എഡിറ്ററൊക്കെ വെച്ച് നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ വെച്ച് ഒരു ബിസിനസ് എന്നുള്ള രീതി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ ചെയ്യാം. കുട്ടികൾക്ക് മടുപ്പില്ലാത്ത രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതുപോലെ ചെയ്തിട്ട് നിങ്ങൾ പറയുന്നു ഈ പാഠം നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണോ, സ്കൂളുകളിൽ പോയിട്ട് ഒരു വെബിനാർ എടുത്താൽ മതി അല്ലെങ്കിൽ ഒരു സെമിനാർ എടുത്താൽ മതി. നിങ്ങൾ അവിടെ പോയിട്ട് പറയാണ് ഈ പാഠം നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങളുടെ കോഴ്സ് ഉണ്ട്, 3 ക്ലാസ് നിങ്ങൾ ഫ്രീ ആയിട്ട് കാണാം, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം തുടർന്ന് പഠിക്കാം. ഇന്നത്തെ കാലത്ത് രക്ഷിതാക്കൾ ഏറ്റവും കൂടുതൽ പൈസ മുടക്കുന്ന മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ്. അന്നത്തെ ഭക്ഷണം കഴിക്കാൻ പ്രയാസപ്പെടുന്നവർ പോലും ലക്ഷങ്ങൾ ലോൺ എടുത്തിട്ട് മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് വിദേശത്തേക്ക് പറഞ്ഞേക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലേ. ഈ ഒരു സാഹചര്യത്തിൽ മക്കളുടെ വിദ്യാഭ്യാസം ആണ് പ്രധാനമെന്ന് മനസ്സിലാക്കുന്ന രക്ഷിതാക്കൾ നിങ്ങളുടെ കോഴ്സ് അവിടെ ഒരു അവിഭാജ്യ ഘടകമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തായാലും സ്റ്റുഡൻസിന് കൊടുക്കും. ആ രീതിയിൽ നിങ്ങൾ കൺവിൻസ് ചെയ്താൽ മതി. കൺവിൻസ് ചെയ്യേണ്ടതൊക്കെ നമ്മുടെ പെയ്ഡ് കോഴ്സിലുണ്ട്. എങ്ങനെയാണ് ഒരാളെ കൺവിൻസ് ചെയ്യുക, ഏത് രീതിയിൽ നമുക്ക് കോഴ്സ് എടുപ്പിക്കാം, ഏത് രീതിയിൽ മാർക്കറ്റ് ചെയ്യാം, അതൊക്കെ നമ്മുടെ പെയ്ഡ് കോഴ്സിലായിരിക്കും. ബേസിക് കോഴ്സിൽ വരില്ല. ബേസിക് കോഴ്സിൽ ഇതിന്റെ ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ഫ്രീ കോഴ്സ് ആണല്ലോ. അങ്ങനെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് എല്ലാ ഡാറ്റ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഇത് സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പെയ്ഡ് കോഴ്സിലേക്ക് വരാം. നിങ്ങൾക്ക് ഇതിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ റെക്കോർഡിക്കലായിട്ടും അല്ലെങ്കിൽ ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് ആയിട്ടൊക്കെ നമ്മളിത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനം മനസ്സിലാക്കിയിട്ട് നമ്മൾ മൂന്നാമത്തെ സാധനമാണ് പറയുന്നത് ബിസിനസ് ആയിട്ട് ചെയ്യുന്നത്. മാർക്കറ്റിൽ പഠിപ്പിക്കാൻ സാധ്യതകൾ, ഇത് പഠിച്ചാൽ ആൾക്കാർ വാങ്ങാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ. 1ാം ക്ലാസ്സിൽ തന്നെ എടുത്തോ, രക്ഷിതാക്കൾക്ക് ട്യൂഷന് പറഞ്ഞേക്കാൻ സമയമില്ല, കുട്ടികൾക്ക് എന്താ പറയാ കാർട്ടൂൺ കണ്ട് സമയം കളയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്കൊരു പെയിൻ ആണ്. ആ ഒരു പെയിൻ ആണ് നിങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു പെയിൻ സമൂഹത്തിനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സ് ആര് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു അവർക്കുള്ള ഒരു പെയിൻ ആയിരിക്കണം നമ്മുടെ കോഴ്സിലൂടെ നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ഒരു പെയിനും ഉണ്ടാവില്ല. ഒരു 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഒരു പെയിനും പഠനത്തോട് അനുബന്ധിച്ചുണ്ടാവില്ല. കാരണം അവർക്കത് സീരിയസ് സ്റ്റഡി അല്ല. ഇപ്പോഴത്തെ കാലത്ത് എങ്ങനെയാണെന്നറിയില്ല, ഞാൻ പഠിക്കുമ്പോൾ അങ്ങനെയാണ്. ഇപ്പൊ കാലം മാറിയല്ലോ. 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഷഹലുവിന്റെ താടിയിൽ പിടിച്ച് ഞാൻ തൂങ്ങുന്നുണ്ട്. ഇപ്പൊ 10ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ മുട്ടേന്ന് വരുന്നവരെ അത്രയേ ഉള്ളൂ. കാലം മാറുന്നതനുസരിച്ച് കഥ മാറുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഇതാണ് രക്ഷിതാക്കളുടെ പെയിൻ. അവരുടെ മക്കളെ പഠിപ്പിക്കാൻ അവർക്ക് അനുഭവപ്പെടുന്ന പെയിൻ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ കോഴ്സ് ക്രിയേറ്റ് ചെയ്യുക. കാർട്ടൂണായിട്ട് നിങ്ങൾ കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്യുക. കാർട്ടൂൺ കണ്ടു കഴിയുമ്പോഴേക്ക് മക്കൾ ഇതൊക്കെ പഠിച്ചിരിക്കും. ഈ സിലബസിലെ കംപ്ലീറ്റ് കാര്യങ്ങളും അഡീഷണൽ ആയിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾ പഠിച്ചിരിക്കും എന്ന് ഓഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കൂൾ സിലബസ് കൃത്യമായിട്ട് ഉണ്ടാക്കിക്കോളൂ. അതിലേക്ക് അപ്ലോഡ് ചെയ്ത് നമ്മൾ പറയാൻ പോകുന്ന ആ ഒരു ആപ്പിലേക്ക് അപ്ലോഡ് ചെയ്തോളൂ. ആ ആപ്പ് എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് വിസിറ്റ് ചെയ്ത് ഫ്രീ ക്ലാസ് കാണാൻ പോകുന്ന ആപ്പാണ്. നിങ്ങൾ 10 പൈസ കൊടുക്കാൻ നിങ്ങളുടെ കോഴ്സ് ലിസ്റ്റ് ചെയ്യാം. ആദ്യത്തെ 100 പേർക്കൊക്കെയാണ് ഫ്രീ ലിസ്റ്റിംഗ്. അത് കഴിഞ്ഞാൽ പേയ്മെന്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞ 3 ഓപ്പർച്യൂണിറ്റീസ് ആണ് ഏതൊക്കെ രീതിയിൽ കോഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത്. ഒന്നാമത് സ്കില്ല്, നമുക്കുള്ള എക്സ്പെർട്ടൈസ് വിറ്റുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. രണ്ടാമത് കോഴ്സുകൾ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടും മാർക്കറ്റിംഗ് നീഡി ആയിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ പഠിച്ച് നമ്മളതിൽ എക്സ്പെർട്ടായി നമ്മളത് പഠിപ്പിച്ചുകൊണ്ടാണ് വരുമാനം ഉണ്ടാക്കാൻ പോകുന്നത്. മൂന്നാമത് നമ്മൾ പഠിപ്പിക്കാൻ കഴിവുള്ള ആൾക്കാരെ ഹയർ ചെയ്ത് അവർക്ക് ഒരു 1 ടൈം പേയ്മെന്റ് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു റേഷ്യോ 50-50 60-40 എങ്ങനെയെങ്കിലും ഒരു റേഷ്യോ ക്രിയേറ്റ് ചെയ്ത് ആ റേഷ്യോയിൽ അവരുടെ കോഴ്സ് നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ബിസിനസ്സിൽ ഒരു ബിസിനസ് ഓണറായി നിന്നുകൊണ്ട് പഠിപ്പിക്കാൻ കഴിവുള്ള, ഇത് ചെയ്യാൻ സമയമില്ലാത്ത ആൾക്കാരെ കണ്ടെത്തിക്കൊണ്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ രീതിയിൽ 3 രീതിയിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. 3 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് വളരെ ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ പെയ്ഡ് കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.